GSTയുടെ ഏറ്റവും പുതിയ മാറ്റങ്ങൾ 22/9/2025 മുതൽ എപ്പിസോഡ് 4. സർവീസ് മേഖലയിലെ എക്സ്പോർട്ടിന് ഒരു വലിയ തടസ്സമായി നിൽക്കുന്ന നികുതി ബാധ്യതയായിരുന്നു. എക്സ്പോർട്ടിന് തന്നെ താല്പര്യമില്ലാതാക്കുന്ന ഒരു സംഭവമാണ്, ഒരു വിഭാഗമാണ് ഇൻ്റർമീഡിയറി സർവീസിൻ്റെ നികുതി ബാധ്യത. IGST ആക്ടിലെ ഇൻ്റർമീഡിയറി സർവീസ് സംബന്ധമായ വകുപ്പുകൾ എടുത്തു മാറ്റാൻ GST കൗൺസിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. മറ്റൊരു സപ്ലൈ നടത്തുന്നതിന് സഹായകമായി വർത്തിക്കുന്ന സർവീസുകളെ ഇൻ്റർമീഡിയറി സർവീസുകൾ എന്ന നിർവചനത്തിൽപ്പെടുത്തിയിരുന്നു. ഇൻ്റർമീഡിയറി സർവീസുകളെ സംബന്ധിച്ച് സപ്ലൈ സ്ഥലം എന്നത് സപ്ലയറുടെ ലൊക്കേഷനാണ് എന്ന് IGST ആക്ട് പറയുമ്പോൾ സപ്ലൈ സ്ഥലം വിദേശമായാൽ മാത്രമേ ഒരു സപ്ലൈയുടെ എക്സ്പോർട്ടായി കണക്കാക്കൂ എന്ന അവസ്ഥ ഇപ്പോൾ നിലവിലുണ്ട്. സാധാരണഗതിയിൽ വിദേശത്തുള്ള ഒരാൾക്കായി സേവനം നൽകിയാൽ അതിനെ സർവീസ് എക്സ്പോർട്ടായി കണക്കാക്കും. പക്ഷേ ഒരു സേവനദാതാവ് വിദേശത്തുള്ള സ്വീകർത്താക്കൾക്കായി സേവനങ്ങൾ നൽകുമ്പോൾ പോലും അയാളുടെ സേവനം ഇൻ്റർമീഡിയറി സർവീസിൻ്റെ നിർവചനത്തിൽ പെട്ടുപോയാൽ അയാൾ ചെയ്യുന്നത് സർവീസ് എക്സ്പോർട്ടായി കണക്കാക്കപ്പെടാതെ പോകുന്നു. അയാൾക്ക് ഒരു എക്സ്പോർട്ടറുടേതായ യാതൊരു നികുതി ആനുകൂല്യങ്ങളും ലഭിക്കുകയില്ല എന്ന് മാത്രമല്ല, അയാൾ ആ സേവനത്തിൻ്റെ മേൽ GSTയുടെ റിവേഴ്സ് ചാർജ് അടിസ്ഥാനത്തിൽ സ്വയം അടയ്ക്കേണ്ടിയും വന്നിരുന്നു. ഈ പ്രശ്നങ്ങളെല്ലാം മാറ്റാൻ പാകത്തിന് ഇൻ്റർമീഡിയറി സർവീസ് സംബന്ധിച്ച വകുപ്പുകളെല്ലാം നീക്കം ചെയ്ത് നിയമ ഭേദഗതി വരുത്തുവാൻ GST കൗൺസിൽ നിർദ്ദേശിച്ചിരിക്കുന്നു. ഇത്തരം ഭേദഗതികൾ സർവീസ് എക്സ്പോർട്ട് മേഖലയ്ക്ക് പുതിയ ഉണർവ് നൽകും. പ്രത്യേകിച്ച് എക്സ്പോർട്ടിന് ഇപ്പോൾ ഒരുപാട് തടസ്സങ്ങൾ നിൽക്കുന്ന താരിഫിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളപ്പോൾ.